നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഇന്ന് ഔദ്യോഗികമായി തുടങ്ങിയിരിക്കുകയാണ്. ന്യൂ ഫോർമാറ്റ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. സോ ഇന്ന് ഇന്റർ മയാമി അൽ അഹ്ലെ എന്ന് പറയുന്ന അൽ അഹ്ലെ എങ്ങനെയാണോ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ, ഈജിപ്ഷ്യൻ ചാമ്പ്യന്മാർക്ക് അഗെയിൻസ്റ്റ് ആയിരുന്നു ഇന്റർ മയാമിയുടെ കളി. സോ ഒരു 0-0 സമനിലയിലാണ് മത്സരം അവസാനിച്ചത്. 2 ഗോൾ കീപ്പർമാരുടെ ഒരു ഷോ ആയിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഓസ്കർ ഉസ്താരി എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്റർ മയാമിനെ കളിയിൽ നിർത്തി 8ഓളം സേവുകളാണ് ഈ മാച്ച് നടത്തി. അതിൽ 5 ഇൻസൈഡ് പെനൽറ്റി ബോക്സ് ഷോട്ടുകളായിരുന്നു. ഒരെണ്ണം ഒരു പെനൽറ്റി കിക്കുമായിരുന്നു. പെനൽറ്റിയും സേവ് ചെയ്തു, റീബൗണ്ടും ആൾ സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. റീബൗണ്ട് ഈസി ആയിരുന്നു, പക്ഷെ എന്നാലും അതും ആൾ പെട്ടെന്ന് റിയാക്ട് ചെയ്തു. സോ ഉസ്താരിയുടെ മികവിൽ നമ്മൾ നോക്കാനായിട്ടാണ് ഇന്റർ മയാമി ഫസ്റ്റ് ഹാഫ് അവരെ ഗോൾ അടിപ്പിക്കാതെ പിടിച്ച് കിട്ടി. അവരൊരു ഗോൾ അടിച്ചെങ്കിൽ അത് ഓഫ് സൈഡും ആയിരുന്നു. സോ 0-0 ഹാഫ് ടൈം നീങ്ങിയത്. ഹാഫ് ടൈം വരെ അവരുടെ ഈജിപ്ഷ്യൻ ക്ലബിന്റെ പക്കാ ഡോമിനേഷൻ ആയിരുന്നു. അതേ സമയത്ത് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ഇന്റർ മയാമി കളിയിലോട്ട് വരുന്നതാണ് നമ്മൾ കണ്ടത്. സെക്കൻഡ് ഹാഫ് അവിടെ ഉസ്താരി മികച്ച പ്രകടനം നടത്തിയപ്പോൾ ഫസ്റ്റ് ഹാഫിൽ, സെക്കൻഡ് ഹാഫിൽ അവരുടെ ഗോൾ കീപ്പറായ ഷിനാവി എന്ന് പറയുന്ന പ്ലെയർ ആണ്. അവരുടെ ഷോ ആയിരുന്നു. പുള്ളി 5ഓളം സേവുകൾ, 3ഓളം ഇൻസൈഡ് പെനൽറ്റി ബോക്സ് സേവുകൾ ആൾ നടത്തുന്ന സിറ്റുവേഷൻ കണ്ടു. സെക്കൻഡ് ഹാഫിൽ ഇന്റർ മയാമി ആ ഒരു വിന്നർ അടിക്കുമെങ്കിൽ അത് ഇന്റർ മയാമി അടിക്കുന്നൊരു ഫീൽ ആയിരുന്നു ഉണ്ടായത്. എസ്പെഷ്യലി കളിയുടെ ലാസ്റ്റ് ആഡ് ഓൺ ടൈമിന്റെ ലാസ്റ്റ് മൊമെന്റ് കോർണർ കിക്കും ഒരു 1-1 അത് സേവ്, അത് ഹെഡ് ചെയ്തു. അവരുടെ ഗോൾ കീപ്പറുടെ ഫേസിന്റെ തലയുടെ തൊസ്റ്റ് മേളിലിടിച്ച് ഔട്ടിലോട്ട് പോകുമായിരുന്നു. സോ അതുപോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ഇന്റർ മയാമി ലാസ്റ്റ് മിനിറ്റിൽ വിന്നർ അടിച്ച് പോയിന്റ്സ് കിട്ടിയതിനെ 3 പോയിന്റ്സായിട്ട് വരാം. പക്ഷേ 1 പോയിന്റ് കിട്ടുന്നുള്ളൂ. ഡ്രോ ആണ് ഇന്റർ മയാമി നേടിയത്. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഇന്റർ മയാമിയുടെ ലാക്ക് ഓഫ് ഡിഫൻസീവ് അബിലിറ്റി ഫസ്റ്റ് ഹാഫിൽ കൂടുതൽ വിസിബിൾ ആയിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ ബെറ്ററായി. എസ്പെഷ്യലി ആസ് എ ടീം അവർ കുറച്ചുകൂടെ ബെറ്ററായിട്ട് പ്രസ് ചെയ്തു. ആൻഡ് അവരുടെ ഒപ്പോണൻസ് ആണെങ്കിലും കുറച്ച് വലിഞ്ഞ് കളിക്കുന്നവർ മതി, അവരുടെ പ്ലേയേഴ്സും കുറച്ച് ടയർഡ് ആവുന്നവർ മതി. സോ ഫസ്റ്റ് ഹാഫിൽ അൽവിലാസ് എന്ന് പറയുന്ന അവരുടെ അർജന്റീനിയൻ സെന്റർ ബാക്ക് ഇന്റർ മയാമിയുടെ ആള് കുറച്ച് ഷെയ്ക്ക് ആയിരുന്നു. ആളെ യെല്ലോ കാർഡ് കിട്ടുകയും ചെയ്തിരുന്നു. സോ സെക്കൻഡ് ഹാഫിൽ ആദ്യം തന്നെ ആളെ മാറ്റി. മേ ബി ആ ചേഞ്ച് വാസ് എ ഗുഡ് വൺ. അതുപോലെ തന്നെ അത്ലറ്റിക്കിന്റെ കറസ്പോണ്ടന്റ് ആയ ഫിലിപ്പെ കർഡിനാസ് ആണെങ്കിൽ ഒരു റിപ്പോർട്ട് ഈ ഇന്റർ മയാമി മാച്ചിനെ കുറിച്ച് വിട്ടിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഒന്ന് കാണുക. അതിനകത്ത് ആള് ജസ്റ്റ് ബേസിക്കലി ഔട്ട്ലൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, മെസ്സി ക്യാനോട്ട് ഡു ഇറ്റ് അലോൺ എന്നുള്ള രീതിയിലാണ് ആൾ ഇട്ടിരിക്കുന്നത്. സോ മാച്ച് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ കാര്യം അത് തന്നെയാണ്. ഈവൻ ദോ മെസ്സിയുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് നമുക്ക് ഹി വാസ് റിയലി ലൈവ്ലി. നമ്മൾ മെസ്സി കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്, കൂടുതൽ പ്രസ് ചെയ്യുന്നുണ്ട്. ഓഫ് ദ ബോൾ നല്ല അഗ്രസീവായിട്ട് ചില സിറ്റുവേഷൻസ് പ്രസ് ചെയ്യുന്നത് കണ്ടു. സോ അവിടെ ഒരു ഇന്റന്റ് കാണാനുണ്ടായിരുന്നു. പക്ഷേ ആസ് എ ടീം ദേ ഹാവ് ടു പ്ലേ. അത് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്ക് പുള്ളി പറഞ്ഞ റിപ്പോർട്ടിൽ നമുക്ക് ക്ലിയർലി വിസിബിൾ ആണ്. സെർജിയോ ബുസ്കറ്റ്സിന്റെ കാര്യം ആളെടുത്ത് പറയുന്നുണ്ട്. സെർജിയോ ബുസ്കറ്റ്സ് 36 വയസ്സായി. വൺസ് പുള്ളിയുടെ ആ ഒരു ട്രിക്കറീസ് ഒന്നും ഇപ്പം ആ ഒരു സ്ലോ മൂവ്മെന്റ്സ് ഒപ്പോണൻസിന് ഈസിലി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആളുടെ കാലിൽ നിന്ന് ബോൾ എടുക്കാനായിട്ട് ഇപ്പം കുറച്ചുകൂടി ഈസിയാണ്. അതിപ്പോൾ നമ്മൾ MLS കാണുന്നവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ലൂയിസ് സുവാറസ് അപ്പ് ഫ്രണ്ട്. സോ ലൂയിസ് സുവാറസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ മെസ്സി ആൻഡ് ലൂയിസ് സുവാറസ് ഒരു ഐഡിയൽ പാർട്ട്ണർ ആണോ ഇപ്പം ഈ സ്റ്റേജ് ഓഫ് ദ കരിയർ എന്ന് ഓർക്കണം. കാരണം ലൂയിസ് സുവാറസിനെ കുറിച്ചും അവർ ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളി ശ്രമിക്കുന്നുണ്ട്, ആ വയ്യാത്ത കാലും വെച്ച് ഓടി പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ സ്പീഡില്ല, പക്ഷെ ആ അഗ്രഷൻ ഇല്ല. ഒപ്പോണൻസ് നല്ല ടൈം കിട്ടുന്നുണ്ട്. അത് നമുക്ക് കളി കാണുമ്പോൾ തോന്നുന്നുണ്ട്. ലൂയിസ് സുവാറസ് എഫേർട്ട് എടുത്തിരുന്ന് പറയുന്നില്ല. പുള്ളിക്ക് ആ ഒരു വയ്യാത്ത കാലം വെച്ചാണ് പുള്ളി കളിക്കുന്നത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ച് പുള്ളി മാക്സിമം എഫേർട്ട് ഫ്രണ്ടിൽ ഇടുന്നുണ്ട്. പക്ഷെ അപ്പ് ഫ്രണ്ട് മെസ്സി പോലത്തെ ഒരു പ്ലെയർ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു യങ്ങർ ആയിട്ടുള്ള പ്രൊഫൈൽ, അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്ന ഒരു പ്ലെയർ കൂടെ ഉണ്ടെങ്കിലല്ലേ കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളൊരു തോന്നൽ നമുക്കും തോന്നുന്നുണ്ടായിരുന്നു. സോ മേ ബി ആ കാര്യങ്ങൾ ഇന്നലെ ലൂയിസ് സുവാറസ് ഫുൾ 90 മിനിറ്റ്സും കളിച്ചു. ബട്ട് നമുക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, ആ അത്ലറ്റിക്കിന്റെ റിപ്പോർട്ട് പറ്റുവാണ് വായിക്കുക. അത് തന്നെയാണ് ഇപ്പം ഒരു മാച്ചിനെ കുറിച്ച് ഓവറോൾ തോന്നിയിട്ടില്ല. ബട്ട് ഇന്റർ മയാമി ഓവറോൾ ബിറ്റ് സർപ്രൈസ് ചെയ്തെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഞാൻ പേഴ്സണലി വിചാരിച്ചത് മേ ബി ഈജിപ്ഷ്യൻ ക്ലബ് അവരുടെ നല്ലൊരു പെർഫോമൻസ് അവർ ജയിക്കുമെന്നായിരുന്നു. അവരായിരുന്നു ഫേവറേറ്റ്സും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ലപോലെ പിടിച്ചു നിന്നു. സെക്കൻഡ് ഹാഫിൽ ഒരു വിന്നർ അടിക്കുമായിരുന്നെങ്കിൽ അത് ഇന്റർ മയാമി എന്നൊരു ഫീൽ വരുന്നുണ്ടായിരുന്നത്. പക്ഷേ ജാവിയർ മഷറാനോ ടീമിന്റെ ബാലൻസിൽ എസ്പെഷ്യലി ചില പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ മാറി ചിന്തിക്കേണ്ടതുണ്ടോ ഈ ഒരു ടൂർണമെന്റിലോട്ട് വരുമ്പോൾ. നമ്മൾ MLS പോലെയല്ല, ഈ ഒരു ബിഗ് ടൂർണമെന്റിലോട്ട് വരുമ്പോൾ. കാരണം ഇനിയും പോർട്ടോയും പൽമിറാസിന് അഗേൻസ്റ്റ് ആണ് ഇന്റർ മയാമിക്ക് ഉള്ളത്. സോ ഗ്രൂപ്പിലെ ഏറ്റവും ഈസിയർ ആയിട്ടുള്ള ടീമിന് അഗേൻസ്റ്റ് ആണ് കളിച്ചത്. സോ ഓവറോൾ നോക്കാനായിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി അവർക്ക് കില്ല് ചെയ്യായിരുന്നു. പക്ഷേ അവർ ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ല. പിന്നെ ഗോൾ കീപ്പറിന്റെ കിടിലം പ്രകടനം. സോ ലെറ്റ്സ് സീ. എന്തായാലും സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് കുറച്ച് പോസിറ്റീവാണ് ഇന്റർ മയാമിക്ക്. സോ നിങ്ങൾ മാച്ച് കണ്ടെങ്കിൽ എന്താണ് ഓവറോൾ പറയാനുള്ളതെന്ന് പറയാം. അവിടെ നമ്മൾ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ ഗാലറ്റാസറയുമായിട്ട് മൂവ് അക്സെപ്റ്റ് ചെയ്തു ടെർ സ്റ്റെഗൻ എന്നുള്ള രീതിയിൽ. അതായത് ഗാലറ്റാസറ ടർക്കിയിലെ മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് മുണ്ടോ ഡിപ്പർട്ടീവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡീൽ അഗ്രി ചെയ്തെന്നോ മറ്റോ ഒന്നും
നമുക്ക് റിലയബിൾ സോഴ്സുകളിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. മുണ്ടോ ഡിപ്പർട്ടയോ അത് കൺഫേം ചെയ്യില്ല. പക്ഷെ മുണ്ടോ ഡിപ്പർട്ടയോ പറയുന്നത് ടർക്കിയിലുള്ള മീഡിയാസ് ഗാലറ്റസറായിട്ട് ഡീൽ അഗ്രി ചെയ്തു ടെർ സ്റ്റെഗൻ പേഴ്സണലി എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ഇതിലെന്തുമാത്രം സത്യമുണ്ടെന്ന് അറിയത്തില്ല. ഇത് റിലയബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നൊന്നും ഇത് വന്നിട്ടില്ല. മുണ്ടോ ഡിപ്പർട്ടയോ അത് കൺഫേം ചെയ്യല്ല, ഇങ്ങനെ വാർത്ത വരുന്നു എന്നേ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. സോ മേ ബി ടെർ സ്റ്റെഗൻ ഡീൽ അഗ്രി ചെയ്ത്, എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ ഗാലറ്റസറിന്റെ ഒരു പ്രപ്പോസൽ വിട്ടതായിട്ട് റിപ്പോർട്ടുകൾ വന്നില്ല. മേ ബി പുള്ളിക്ക് ആ പ്രപ്പോസൽ അക്സെപ്റ്റബിൾ ആയിരിക്കും. പക്ഷെ ബാർസലോണ വിടുവാണെങ്കിൽ പുള്ളി പറയുന്നത് പുള്ളി ഫ്രീ ഏജന്റായിട്ട് പോകത്തില്ല, പുള്ളിക്ക് മറ്റേ 3 വർഷത്തെ സാലറി 42 മില്യൺ കിട്ടിക്കൊണ്ടേ താൻ പോകത്തുള്ളൂ എന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. സോ മേ ബി ബാർസ അത് പേ ചെയ്യാൻ റെഡി ആണെങ്കിൽ അടുത്ത ക്ലബ്ബ് ഗാലറ്റസറായിട്ട് പുള്ളി സെലക്ട് ചെയ്യും. അതായിരിക്കും പുള്ളിയുടെ മൈൻഡ്. അതാണോ എന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല ബാർസ 3 ഇയറിന്റെ വേജ് 42 മില്യൺ ഒക്കെ കൊടുത്ത് പുള്ളി ഒഴിവാക്കാൻ നോക്കുന്നു. സോ ബാർസയുടെ പ്രപ്പോസൽ ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതായത് 1 ഇയർ സാലറി 14 മില്യൺ യൂറോസിന്റെ അടുത്ത് താഴെ വരുന്ന ഒരു പാക്കേജ്. ഏകദേശം കേൾക്കുന്ന റിപ്പോർട്ട് ശരിയാണ് 10-നും 14-നും ഇടയിലായിട്ടൊരു എമൗണ്ട് കേൾക്കുന്നു. അത് കിട്ടിക്കൊണ്ട് ടെർ സ്റ്റെഗനെ ക്ലബ്ബ് വിടാം. അതായത് ആ ഫുൾ സാലറിയുടെ അതിന് ടാക്സും പോകും. ശേഷം ബാക്കിയും കിട്ടിക്കൊണ്ട് ആൾക്ക് ക്ലബ്ബ് വിടാം. സോ മേ ബി ലെറ്റ് സി പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ടുള്ള വാർത്തകളോട് പോകാനായിട്ടാണെങ്കിൽ ഗ്യോക്കറസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ റിജക്റ്റ് ചെയ്തു. അത് ആർസണലാണ് തൻ്റെ പ്രയോറിറ്റി എന്ന് യുണൈറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സോ കഴിഞ്ഞ ദിവസങ്ങളിൽ ആർസണൽ സീരിയസ്ലി ഗ്യോക്കറസ് ഡീൽ ലെൻഡർ ആയിരുന്നു. പക്ഷേ കേൾക്കുന്ന ഒരു വാർത്ത എന്നാന്ന് വെച്ചാൽ ഈവൻ ദോ ഗ്യോക്കറസ് ആർസണൽ ഡിസ്കഷൻ നടത്തുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് സെസ്കോ ഡീലിൽ നിന്നും ആർസണൽ കംപ്ലീറ്റ്ലി ഔട്ട് ആയിട്ടില്ലെന്നാണ്. ആർസണലിന്റെ മാനേജറായ മിക്കേൽ ആർട്ടറ്റയ്ക്ക് താല്പര്യം സെസ്കോനെയാണെന്നും സ്പോർട്ടിംഗ് ഡയറക്ടറായ ബെർട്ടയ്ക്ക് താല്പര്യം ഗ്യോക്കറസിനാണെന്നുള്ള രീതി വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ആർസണൽ ആസ് എ ഹോൾ ആ ടീം ഓവറോൾ മാനേജ്മെന്റിന്റെ ഒപ്പീനിയനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ ഓവറോൾ മാനേജ്മെന്റ് അത് ഓവറോൾ അവരുടെ ട്രാൻസ്ഫർ ആക്ടിവിറ്റീസും ഓവറോൾ അവരുടെ മാനേജ്മെന്റ് നീക്കങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത് സെസ്കോയ്ക്ക് തന്നെയാണ്. സോ സെസ്കോ ഡീൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു പ്രൈസിന്റെ കാര്യത്തിൽ എന്തോ ഇഷ്യൂ വരികയും അവർ ഗ്യോക്കറസ് ഡീലിലോട്ട് മേ ബി ഇപ്പം എൻ്റർ ആയതുമായിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന മേ ബി നമ്മൾ പറയില്ല ഒരു പ്രഷർ ടാക്ടിക്സ് കളിക്കുന്നതാവും. അതായത് ഗ്യോക്കറസ് ഡീലിൽ ഞങ്ങൾ എൻ്റർ ആയി, ബട്ട് സെസ്കോ ഡീലിന്റെ പ്രൈസ് അപ്പോൾ കുറയ്ക്കാനായിട്ട് ആർസണലിൽ ഞങ്ങൾ ഗ്യോക്കറസ് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവാണെന്നുള്ള ഒരു പ്രതിനിധി ഉണ്ടാക്കുന്നതും ആവും. നമുക്കറിയത്തില്ല എന്താണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് സെസ്കോ ഡീൽ അവൈലബിൾ ആയാൽ ആർസണൽ സെസ്കോയിലോട്ട് തന്നെ ചാടി വരും. കാരണം ആർട്ടേറ്റ മാനേജറിന്റെ ആണ് അവസാനത്തെ വാക്ക്. സോ മാനേജറിന്റെ വേണ്ടത് സെസ്കോനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അവർ സെസ്കോ ഡീൽ എൻ്റർ ആവും. ഇപ്പം അത് നടന്നില്ലെങ്കിൽ ഗ്യോക്കറസിനെ പുള്ളിയും. സോ ഗ്യോക്കറസ് ഇപ്പൊ താൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഗ്യോക്കറസിനാണെങ്കിൽ എന്നാ പറയുക ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഉണ്ടെങ്കിൽ ആ ക്ലബിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബുകളൊന്നും സീരിയസ്ലി താരത്തിൽ ഇൻട്രസ്റ്റഡ് അല്ലാതുകൊണ്ട് യുണൈറ്റഡുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ റെഡിയാണെന്ന് അറിയിക്കുകയും മറ്റുമൊക്കെ നമ്മൾ കണ്ടു. സോ യുണൈറ്റഡുമായിട്ട് ടോക്സ് തുടങ്ങുകയൊക്കെ ചെയ്തു. സോ ഇപ്പം എന്താണ് ആർസണൽ സീരീസിന് നീങ്ങാൻ തുടങ്ങിയപ്പോൾ തിരിച്ച് യുണൈറ്റഡിനെ അറിയിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. താൻ ആർസണലിന് പ്രയോറിറ്റി കൊടുക്കുകയാണ്. സോ എനിക്ക് നിങ്ങൾ യുണൈറ്റഡിനോട് ചോദിക്കാനായിട്ടുള്ളത്, യുണൈറ്റഡ് ഇപ്പോൾ എക്കിറ്റിക്കയായിട്ട് ലിങ്ക്സ് നല്ലപോലെ വരുന്നുണ്ട്. എക്കിറ്റിക്ക ഒരു യുണൈറ്റഡ് ഫാനും കൂടെയാണ്. സോ എക്കിറ്റിക്കയിൽ ലിവർപൂൾ ഇൻട്രസ്റ്റ് ഉണ്ട്, ചെൽസി ഇൻട്രസ്റ്റ് ഉണ്ട്, ബട്ട് യുണൈറ്റഡ് ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ എക്കിറ്റിക്കയുടെ പേഴ്സണൽ ചോയ്സ് ചിലപ്പോൾ യുണൈറ്റഡ് ആയിരിക്കും എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബിക്കോസ് ഈസ് എ ഹ്യൂജ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ എന്ന് വാർത്തകൾ വരുന്നുണ്ട്. സോ എക്കിറ്റിക്ക റൈറ്റ് പ്രൈസിന് കിട്ടുമോ എന്നറിയത്തില്ല. എന്തായാലും ഒരു 80 കുറഞ്ഞ് ഫ്രാങ്ക്ഫർട്ട് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് വേറൊരു കാര്യം. സോ ഗ്യോക്കറസ് തിരിച്ച് അവൈലബിൾ ആയ ഷുഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോ ഫോർ ഗ്യോക്കറസ്? അതോ എക്കിറ്റിക്ക ഡീലുമായിട്ട് 80 മില്യൺ എക്കിറ്റിക്ക ഡീലുമായിട്ട് പ്രോഗ്രസ് ചെയ്യണം? കാരണം ഗ്യോക്കറസിന് എക്കിറ്റിക്ക ഏകദേശം സെയിം കോസ്റ്റ് ആയിരിക്കും. ഗ്യോക്കറസ് എന്തായാലും 80-90 മില്യൺ സ്പോർട്ടിങ് വാങ്ങിച്ചെടുക്കും. കൂടെ എക്കിറ്റിക്ക് ഫ്രാങ്ക്ഫർട്ട് 80 കുറഞ്ഞ് കൊടുക്കും തോന്നുന്നില്ല. അവർ 100 പിടിച്ച് നിൽക്കുകയാണ്, കൊടുക്കുമെന്ന് തോന്നുന്നില്ല. സാലറി എന്തായാലും ഗ്യോക്കറസിനായിരിക്കും കൂടുതൽ. സോ ഏത് ഡീലിലോട്ട് എൻ്റർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ? യുണൈറ്റഡ്, ഗ്യോക്കറസ്, ഒരു എക്കിറ്റിക്ക? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആർസണൽ ഏത് ഡീൽ പുള്ള് ചെയ്യുന്നതാണ് ആർസണൽ ഫാൻസിനും താല്പര്യമെന്ന് പറയാം. എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത് സെസ്കോയിലോട്ടാണ് മാക്സിമം ആർസണൽ. ഇവൻ നമ്മുടെ ചാനലിൽ മാത്രമല്ല നമ്മൾ ട്വിറ്ററിലൊക്കെയാണല്ലോ ആർസണൽ ഫാൻ പേജസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് സെസ്കോയിലോട്ടാണ് എല്ലാവരും കൂടുതൽ ലീൻ ചെയ്യുന്നത്. സോ സെസ്കോയിലാണ് മിക്ക ക്ലബ്ബുകൾക്കും ഗ്യോക്കറസിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് കാണിച്ചിട്ടുള്ളത് സെസ്കോയിലാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ഈ ലിവർപൂളിനെയും ചെൽസിയുടെയൊക്കെ റഡാറിൽ സെസ്കോയും ഉണ്ടായിരുന്നു. അവർ ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്തൊരു പേരാണ്. ബട്ട് ഗ്യോക്കറസിന് വേണ്ടി അവരൊന്നും സീരിയസ്ലി വന്നിട്ടില്ല. മാൻ യുണൈറ്റഡ് ആൻഡ് ആർസണൽ മാത്രമാണ് ഗ്യോക്കറസുമായിട്ട് സീരിയസ് ലിങ്ക്സ് പ്രീമിയർ ലീഗിൽ കണ്ടത്. അതേസമയത്ത് സെസ്കോ ഓൾമോസ്റ്റ് യൂറോപ്പിലെ ടോപ്പ് ക്ലബ്ബുകളായിട്ട് എല്ലാ ലിങ്ക്സ് വന്നൊരു പ്ലെയറുമാണ്. ആൻഡ് യങ്ങർ വേർഷനുമാണ് ആൻഡ് കൂടുതൽ വേഴ്സറ്റൈലുമാണ്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അവിടുന്ന് ഇന്റർ മിലാൻ ഹക്കീം ചാലഞ്ഞോളുവിനെ വിറ്റ് ഒഴിവാക്കാൻ റെഡിയാണെന്നും 40 മില്യൺ യൂറോസ് കിട്ടുവാണെങ്കിൽ ഹക്കീം ചാലഞ്ഞോളുവിനെ വിടാൻ റെഡിയാണെന്നും കേൾക്കുന്നു. ഗ്യാരറ്റസറെ ഹക്കീം ചാലഞ്ഞോളുവിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്.
അവിടുന്ന് മറ്റൊരു അപ്ഡേറ്റ് പറയാനായിട്ടാണെങ്കിൽ ഐക്കർ ഗുണ്ടോനും ബെർണാഡോ സിൽവ ഈ രണ്ട് പ്ലേയേഴ്സുമായിട്ട് ഇപ്പോൾ സൗദി ക്ലബ്ബുകൾ ഇപ്പം ടർക്കിഷ് ക്ലബ്ബുകളുമായിട്ട് ലിങ്ക്സ് വരുന്നുണ്ട്. ഗ്യാലറ്റസറ ലിങ്ക്സ് ചേർന്നുണ്ട്. ഈവൻ ഫെനബാച്ചെ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നുണ്ട്. ബട്ട് കൂടുതലും ഗ്യാലറ്റസറയിലോട്ടാണ് ഗുണ്ടകൻ ലീൻ ചെയ്യുന്നത്. ഗുണ്ടകൻ അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആണെന്നും വാർത്തകൾ കേൾക്കുന്നു. അതോടൊപ്പം ബെർണാഡോ സിൽവയിലും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ബട്ട് ബെർണാഡോ സിൽവയുടെ പ്രിഫറൻസ് ഇപ്പം ടർക്കിഷ് ലീഗ് മൂവ് അല്ല. മേ ബി 1 more ഇയർ സിറ്റി നിൽക്കാൻ താരത്തിന് താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ PSG ആണെങ്കിലും ബാർസലോണയാണെങ്കിലും ഇപ്പം ബെർണാഡോ സിൽവ ഡീലിൽ ഇൻട്രസ്റ്റഡ് അല്ല. സോ ഏതർ ടു ടർക്കി അല്ലെങ്കിൽ മാൻ സിറ്റി തന്നെ താരം തുടരാനായിട്ടായിരിക്കും സാധ്യത കൂടുതലെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലിവർപൂൾ കുറച്ച് സെൻട്രൽ ബാക്സ് ലിങ്ക്സ് വന്നിരുന്നു. ഇനിയാഷോ ലിങ്ക്സ് വന്നു. അതിനുശേഷം ക്യൂട്ടി റൊമേറോ ലിങ്ക്സ് വന്നിരുന്നു. പിന്നെ അവസാനമായിട്ട് ഡിമോണ്ടെ ലിങ്ക്സ് വരുന്നതും കണ്ടു. സോ 3 സെൻട്രൽ ബാക്സുമായിട്ടും കഴിഞ്ഞ ദിവസം പല സോഴ്സുകളിൽ നിന്ന് ലിവർപൂൾ ലിങ്ക്സ് വരുന്നത് കണ്ടു. സോ ലിവർപൂൾ സീരിയസ്ലി ഒരു സെൻട്രൽ ബാക്കിൽ ഇൻട്രസ്റ്റഡ് ആണ്. കൊണാട്ടയുടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഇതുവരെ കാര്യങ്ങൾ സെറ്റായിട്ടില്ല. സോ ലെറ്റ്സ് സീ എന്താവുമെന്ന്. അവരെന്തായാലും സെയിൽസ് നടത്തിയതിന് ശേഷം ഈ മിലോസ് കർക്കസ് ഡീലോടെ പുള്ളി ചെയ്തതിന് ശേഷം സെയിൽസിൽ ഫോക്കസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ബാക്ക്, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, സ്ട്രൈക്കർ, ഇത് 3 ലിസ്റ്റിലുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. സോ ഇത് 3 അവർ സൈൻ നടത്തുമെന്നാണ് കേൾക്കുന്നത്. കൂടാതെ കീപ്പ് ആൻ ഐ ഓൺ ഗ്യാക്പോ ബയൺ മ്യൂണിക് ലിങ്ക്സ് വീണ്ടും കൂടി വരുന്നുണ്ട്. സോ ഗ്യാക്പോ ബയൺ മ്യൂണിക്കിലൂടെ പോവുകയാണെങ്കിൽ മറ്റൊരു ലെഫ്റ്റ് വിങ്ങർ ലൂയിസ് ഡിയാസും പോവുകയാണെങ്കിൽ ഒരു ലെഫ്റ്റ് വിങ്ങർ ഓപ്ഷനും അവർ എക്സ്പ്ലോർ ചെയ്തേക്കാന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.